ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് ജൂൺ 1. എൻ്റെ സ്വപ്നം പൂവണിഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് ചെറിയൊരു ഫങ്ഷൻ കഴിക്കുന്ന ദിവസം. അപ്പോൾ സമയം 5 മണി അങ്ങ് ഉണ്ടായിട്ടുള്ളൂ. എന്താണെന്നറിയില്ല, എന്നും ഉറങ്ങാറുള്ള ഞാൻ ഇന്ന് ഉറങ്ങിയില്ല. കാരണം എന്താ പറയുക, ഇത്രയും ദിവസം അല്ലെ ഇത്രയും നാൾ ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 8 മാസത്തിൻ്റെ അടുത്തായി ഉറക്കഴിഞ്ഞിട്ട് വരച്ച് ഒരു സ്വപ്നത്തിന് വേണ്ടി അല്ലേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കാറായിരുന്നു. അപ്പോൾ ഇന്നലെ പകലൊക്കെ ഞാനിവിടെ സുഖമായിട്ട് ബെറ്റിട്ടിട്ട് നമ്മൾ സുബഹി ഏകദേശം ഈ ഒരു സമയത്ത് സുബഹി എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. എന്താ വെച്ചാൽ സുബഹി എന്ന് പറയുന്നത് മുസ്ലിം മതപ്രകാരം ഫസ്റ്റിൽ പുലർച്ച കൊടുക്കുന്നൊരു വാങ്ങ് കിട്ടല്ലോ. അപ്പം അത് സുബഹിക്ക് വാപ്പയും വാപ്പൻ്റെ കുടുംബം തന്നെ പറയാം, വേറെ ആരുമില്ല കേട്ടോ. ശരിക്കും പറയാ വെച്ചാൽ ഞാനും മൂത്ത സിസ്റ്ററും ഉമ്മയും മക്കൾ ഇങ്ങോട്ട് എത്തിക്കുമോ അറിയില്ല, ഇങ്ങോട്ട് എത്തിയില്ല. ഞാൻ എന്താ പറയുക, എനിക്ക് അവിടെ അവർ കുക്കിങ്ങിലാട്ടോ, അതാട്ടോ അവർ വരാതിരുന്നത്. ഞാൻ എന്താ പറയുക, ഞാനാട്ടോ വീട്ടിലെ ഫസ്റ്റ് നൈറ്റ് കുളിക്കുകയും ഡ്രസ്സ് മാറിയൊക്കെ ചെയ്ത. പക്ഷേ ഭയങ്കര ആ സ്വപ്നം സാധിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാനെല്ലാം റെഡിയായി വരുമ്പോഴേക്കും ഇവർ നിസ്കാരമൊക്കെ കഴിഞ്ഞു. മൗലൂദ് എന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറയാൻ പറ്റില്ല, ഒരു മുസ്ലിം മതപ്രകാരം ഒരു ചടങ്ങുണ്ട്. അതൊക്കെ വാപ്പയും വാപ്പൻ്റെ പെങ്ങളും വാപ്പയുടെ എന്താ പറയുക കസിൻസൊക്കെ കൂടിയിട്ട് അതൊക്കെ ചെയ്തു. ഞാനപ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് എത്തിയത്. ഞാൻ വന്ന് ഇനി എന്താണെന്നറിയില്ല, എന്താ പറയുക, നമ്മൾ എത്തിപ്പിടിച്ചൊരു സംഭവം അല്ല എത്തിപ്പിടിക്കാൻ ആഗ്രഹിച്ചൊരു സംഭവം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലും ഒരു സാധനം എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ എങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്ന് അത് കയ്യിൽ കിട്ടുമ്പം എന്താ സന്തോഷമാണോ സങ്കടമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രമേൽ ഒരുപക്ഷെ നമ്മളിപ്പം പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാങ്ങ, ചാമ്പക്ക അങ്ങനെ പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുമ്പോൾ ഒരുപാട് ചാടി ഈ സംഭവം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഈ സംഭവം നമ്മൾ കടിക്കുന്നതിന് മുമ്പ് ഒരു സന്തോഷമല്ലേ? അതേപോലെ ഒരുപാട് കാലം എത്തിപ്പിടിക്കാൻ ശ്രമിച്ച സംഭവം കയ്യിലേക്കും കൊണ്ട് കിട്ടിയ സമയത്ത് പറയണ്ട. അപ്പോൾ ഇന്നേക്ക് 3ാമത്തെ ദിവസം നമ്മളിവിടെ താമസിച്ചിട്ട്. അപ്പം 30-ാം തീയതി താമസിച്ചിട്ടുണ്ട് കേട്ടോ. 30, 31, 1 ഉമ്മയും വാപ്പം എണീറ്റ് ചിക്കനൊക്കെ മേടിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഉമ്മയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മായിയൊക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ ചോദിക്കുന്നത് ഏറ്റവും വലിയ രസം എന്താ, അവർ ചോദിക്കുന്ന പോട്ടെ, മൂത്താപ്പൻ്റെ ഒരു മോനുണ്ട്. അപ്പം ഞാനിന്ന് അവനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലടോ ഇവർ കുറ്റി അടിച്ച് അന്ന് തൊട്ടിട്ട് ചോദിക്കുന്നോട് ജസ്റ്റ് എന്താ 3D ഉണ്ടോ എന്ന്. ഇവനിതിൻ്റെ ഫ്രണ്ട് എനിക്ക് പോലും കാണാൻ ആഗ്രഹമില്ലായിരുന്നു കേട്ടോ. എന്താണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ 3D ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്നെക്കാട്ടിലും അവനായിരുന്നു കാണാൻ ആഗ്രഹം. കുറ്റി അടിക്കുന്ന എന്ന് തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഇതാ 3D ഉണ്ടോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലടാ, അതെന്താ ജസ്റ്റ് എന്താ 3D ഒക്കെ ചെയ്യണ്ടെന്ന് വെച്ചു. അപ്പം ഇന്ന് അവന് ചുമ്മാ കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നീ അല്ലായിരുന്നു ഫസ്റ്റ് തൊട്ടേ 3D ചോദിച്ചത്. ഞാൻ ആകെ ഒരലങ്കോല കേട്ടോ ഗൈസ്, നമ്മൾ ഇങ്ങനെ വരുന്നത് കേട്ടോ നല്ലത്. അപ്പം ഞാൻ ചോദിച്ചു, എടാ നീ അല്ലായിരുന്നു 3D ചോദിച്ചത്, എടാ കണ്ണ് നിറച്ചും കാണുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ കൂടുന്ന ദിവസം ഞാൻ അവനെ തലേന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എടാ നീ സുബഹിക്ക് എത്തണം കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇവിടെ കൂടുന്നെന്ന് ഫസ്റ്റ് വന്നത് ഞാനാ,
ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യനും ഇവിടെ അല്ല. അപ്പം ഞാൻ വിചാരിക്കും ഇന്നല്ലേ പടച്ചോനെ കൂടുന്നത്. അങ്ങനെയാണ് മജിക്കായിട്ട് ടോർച്ച് അടിച്ച് വരുന്നത്. അപ്പോൾ അത്രമേൽ ഏറ്റവും ലാസ്റ്റിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അമ്മായി ചോദിച്ചു ഇപ്പോഴാണോ കയറി വരുന്നത്. അമ്മേൻ്റെ മോളുണ്ട്. ഭയങ്കര സന്തോഷമായിട്ടോ. വാപ്പയുടെ പെങ്ങളും മരുമകളും മകളും ഇവിടെ എന്താ പറയുക, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവരൊക്കെ മകളെന്ന് പറയുന്ന കുറച്ച് പോകണം. അവളൊക്കെ തലേന്നേ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഇവിടെ വരുമെന്ന് എന്നെക്കാട്ടിലും മുമ്പ് എത്തുമെന്നുള്ളത് ഉറങ്ങുന്ന ഉറക്കത്തെ പോലും വിചാരിച്ചില്ല ഗൈസ്. അപ്പോൾ ഇത്രയും ദിവസം കാത്തു നിന്ന് എനിക്കെന്താണെന്നറിയില്ല, എന്നോ ഉറക്കം വരുന്നേ ഇല്ല. ഞാനും തതയും 3:30 വരെ കഥ പറഞ്ഞു നിന്നു. നമുക്കിത് നേടിയെടുത്ത് എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുന്നൊരു കേസല്ല. കൈയും വേഗം ഉറങ്ങി കേട്ടോ. കൈ എന്ന് പറയുന്ന വാപ്പയാണ്. അപ്പം മോളും ഉറങ്ങുന്നില്ല. പിന്നെ ഏട്ടത്തിൻ്റെ മക്കളെന്ന് മോൻ്റെ കമ്പനിക്കാർ അവരിവിടെ മറ്റേ പറയാൻ പോലെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതേപോലെ അതിലേക്ക് ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു സുഖം. അപ്പം ഞാൻ അവരെ കളിയാക്കുകയും ചെയ്തിട്ട്, എടാ പലരും ബാൻ ചെയ്തതല്ലേ, ഇങ്ങൾക്കൂടെ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരുണ്ടായിങ്ങ ഇങ്ങനെ ഈ ചെറപറ എന്ന് പറഞ്ഞാൽ നടക്കാനെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇന്നേക്കിപ്പം 3 ദിവസമായി ഇവിടെ താമസിച്ചിട്ട്. ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. എടോ ജസ്യ സലീം വെറും ഒരു 0 ആന്ന് പറഞ്ഞ ആൾക്കാർ വരെയുണ്ട്. ഭയങ്കര പറഞ്ഞ ആൾക്ക് ചിലപ്പോൾ അത് പക്ഷേ ഭയങ്കര വിദ്യാഭ്യാസമായി. അത് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. 0 വേണം. ഒരു 0യുടെ വില മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ 0ൻ്റെ അപ്പുറത്ത് 0ൻ്റെ ഇപ്പുറത്ത് 1 ഇട്ടാൽ അത് 10 ആയി, 2 0 ആയ 100 ആയി, 3 0 ആയ 1000 ആയി. അപ്പം അങ്ങനെയാണ് 0 എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമാക്കി കണക്കാക്കുമ്പോൾ ഈ 0 ആണ് പലതിനെയും വില കൊടുക്കുന്നതെന്നുള്ളത് അവർ മനസ്സിലായാലും. വേറൊരു കമൻറ്റ് എന്താ വെച്ചാൽ, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളെ പറ്റി. അപ്പം നമുക്ക് 1000 മിത്രങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, ഒരൊറ്റ ശത്രു മതി നമ്മൾ വിചാരിക്കുന്ന കാര്യം നേടിയെടുക്കാനെന്ന് പറഞ്ഞപ്പം ഒരാൾ കമൻ്റ് ഇട്ടു, 1000 ശത്രുക്കളുള്ള നീ എന്തേ എവിടെ എത്താൻ. അപ്പം ഞാൻ ഒരു കമൻറ്റ് തിരിച്ചിട്ടു. ഞാനങ്ങനെ ആർക്കും കുറവാണ് കമൻ്റ് ഇടൽ, ഞാൻ കമൻ്റ് ഇട്ട് നോക്കാറില്ല. അപ്പം നമ്മുടെ ഇത് വരാറുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചിലപ്പം കാണുമ്പം മറുപടി കൊടുക്കാറുണ്ട്. ആ കമൻറ്റ് കാണുന്നത് എപ്പോഴാണെന്നറിയോ, ഞാനും പിള്ളേരും അരുണൊക്കെ എന്താ പറയുക കിട്ടും മണ്ടോ എടുത്തിട്ട് നമ്മളിങ്ങോട്ട് പോരുകയെന്നറിയില്ലേ, ഇറങ്ങി വാതിൽ പൂട്ടാൻ നേരത്താണ് ഞാൻ അതിൻ്റെ മുകളിലത്തൊരു കമൻറ്റ് വന്നപ്പം നോട്ടിഫിക്കേഷൻ വന്ന സമയത്താണ് ഈ ഒരു കമൻറ്റ് കാണുന്നത്. അപ്പം ഞാൻ ഒറ്റ മറുപടി കൊടുത്തു, വെയിറ്റ് ആൻഡ് സീ. അപ്പം ഒരേ ഒരു ശത്രു മതി നമുക്ക് ഇവിടെ വരാൻ നേരം. എനിക്ക് വേറൊരു സംഭവത്തിൽ സന്തോഷമുണ്ട്. പലർക്കും ശത്രുക്കൾ പലരുമായിരിക്കും, പക്ഷേ എനിക്ക് ശത്രുക്കൾ ഫുൾ പെണ്ണുങ്ങളാണ്. ആ ദിവന്മാരുടെ മുമ്പിൽ അവന്മാർക്ക് പറ്റാത്തത് ചെയ്ത് കാണിക്കുമ്പോണ്ടല്ലോ, ഈ പറയുന്ന എൻ്റെ ശത്രുക്കളായിട്ടുള്ള സ്ത്രീകൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2 വീലർ ഓടിച്ച് കാണിക്കുക. അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ഒരു 2 വീലർ ഓടിച്ച് കാണിക്കുന്ന ഒരു സ്ത്രീകളായിരുന്നെങ്കിൽ. നിങ്ങൾക്കുള്ള ചലഞ്ചാട്ടോ ഗൈസ് എന്ന് പറയണ്ട, എനിമീസ്. ഒരു 2 വീലർ ഓടിച്ച് നിങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അംഗീകരിച്ചേനെ. ഇത് 2 വീലർ പോലും അറിയാത്ത അവർ നമ്മൾ ബസ് കയറുന്ന കുറ്റം പറയും. ഞാൻ ബസ് കയറാറുണ്ട് കേട്ടോ. എന്നിട്ട് ഏറ്റവും വലിയ രസം എന്തായിരുന്നു എന്നറിയാം, ബസ് കയറിയിട്ട് ഞാൻ പറഞ്ഞു പോലും ഐ എം സെലിബ്രിറ്റി, സീറ്റ് തന്നേ പറ്റൂ. ഏത് നമ്മളെ തിലകം പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, കാത്തിതായിടുന്നു, അതേപോലെ സീറ്റ് തന്നേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഉണ്ടല്ലോ ബസ്സിൽ എത്ര പേരുണ്ടോ അവരൊക്കെ എഴുന്നേറ്റ് നിന്ന് എന്ന് പറഞ്ഞു. ഞാൻ 1-2 സീറ്റിലൊക്കെ ഇരുന്ന് നോക്കി. 3ാമത്തെ സീറ്റ് ബോറടിച്ച സമയത്ത് ഞാൻ ബസ് തന്നെ ഇറങ്ങിപ്പോയി.
അറ്റ്ലീസ്റ്റ് എടോ 2 വീലർ ഓടിക്കുന്നവരാണ് ഇത് പറയുന്നതെങ്കിൽ ഓക്കെ. ഒരു കാര്യത്തിൽ ഞാൻ പറയട്ടോ, നമ്മൾ അത്തരത്തിലുള്ള തള്ളച്ചി വികലാംഗയാണെങ്കിലും വണ്ടി ഓടിക്കുന്നു തോന്നുന്നു, ഓട്ടോമാറ്റിക്കാന്ന് തോന്നുന്നു, മേ ബി എനിക്കറിയില്ല കേട്ടോ. ആ തള്ളച്ചിനെ ഞാൻ, കാരണം ആ തള്ളക്ക് ജീവിക്കാൻ പഠിച്ച ആൾക്കാർ, ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം തന്നെ ചെയ്തിരിക്കുന്ന ഒരു സംഭവം എന്താണെന്നറിയോ? അറ്റ്ലീസ്റ്റ് ഒരു 2 വീലർ ലൈസൻസും എടുത്തിട്ട് അവർ വണ്ടിയെങ്കിലും ഓടിക്കും. കാരണം അവർക്ക് അറിയാം അവരുടെ ജീവിതം അവർ വിചാരിച്ചതുപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ, അവരാഗ്രഹിച്ച സ്ഥലത്തെത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 വീലറെങ്കിലും അറിയണം. ആ കാര്യത്തിൽ അത്തരത്തള്ളനെ ഞാൻ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക, റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. കാരണം എന്താ വെച്ചാൽ ഈ 2 വീലർ 4 വീലറൊക്കെ ഓടിക്കുന്ന ലേഡീസിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് പറ്റും. ചില പുരുഷന്മാരെടുത്ത് നമ്മൾ പുരുഷന്മാർ പറയുന്നത്, ചിലർ സ്ത്രീകൾ വണ്ടി ഓടിക്കുന്ന കാണുമ്പോൾ പുരുഷന്മാർക്കുണ്ടൊരു ഒരു കളിപ്പിക്കാൻ. അവരുടെ മുമ്പിൽ ഇപ്പം ഓൾമോസ്റ്റ് ഒരുവിധ ആൾക്കാർക്കൊക്കെ 2 വീലറാണ്. അതാണ് നമുക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. 1 എഴുതിയിട്ട് 10 എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ 10 എഴുതിയിട്ട് 1 എഴുതിയാൽ 10 0 ആയിട്ട് പോകും. പറയുന്ന പോലെ താന്നിട്ട് പോവുക. അപ്പം നമ്മൾ പഠിക്കേണ്ടത് 2 വീലർ. അപ്പം അതൊക്കെ ഓരോരുത്തരത്. അപ്പം ഈ പെണ്ണുങ്ങളാണ് നമുക്ക് ശത്രുക്കൾ ഉള്ളത് കൊണ്ട് ഭയങ്കര ഒരു ലഹരിയാണോ. ഈ ലഹരിയുടെ സുഖം എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞത് കൊണ്ട് ആ ശത്രുവാണ് നമ്മുടെ ലഹരി. ആ ലഹരി എന്ന് പറയുന്നത് നമ്മളെ ഒരു സെക്കൻഡ് നമ്മളിപ്പം തളർന്നിരിക്കുകയാണ്, ഈ ശത്രുവിനെ ഓർത്താൽ മതി. മയക്കുമരുന്ന്, കഞ്ചാവ്, ആൽക്കഹോൾ, ഇതുകൊണ്ടൊന്നും കിട്ടാത്ത ഒരെനർജി ആ ശത്രുവിനെ വിചാരിക്കുമ്പോൾ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നൊരു സംഭവം. അപ്പം അങ്ങനെയാണ്. എന്തായാലും ജൂൺ 1 ഞാൻ ഉറങ്ങാത്തൊരു രാത്രി. എന്താ പറയുക, സങ്കടം കൊണ്ട് ചിലരെ ഉറങ്ങാതിരിക്കാറുണ്ട്. പക്ഷെ സന്തോഷം കൊണ്ട് ഉറങ്ങാതിരിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പറയാമല്ലോ, നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം, ഇവിടെ ഫങ്ഷൻ കഴിഞ്ഞതിന് ശേഷം, പാല് കഴിച്ചതിന് ശേഷം ഞാൻ അരുണിനോട് പറഞ്ഞടാ, എനിക്ക് ആ ബെഡ്, നമ്മൾ വീട്ടിൽ ഫർണിച്ചറൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു, എടാ ബെഡൊന്നും എടുത്തിട്ട് ഹാളിലിട്ട് തന്നിരുന്നു. പണിക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവന്മാർ എന്താ വെച്ചാൽ വയറിങ്ങിൻ്റെ പണിക്കാരാണ്, ഡ്രില്ല് ചെയ്യുന്നുണ്ട്. ആ മക്കൻ്റെ ഡ്രില്ല് നല്ല സുന്ദരമായിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി പോയിട്ടോ. ഇന്നലെ അതേപോലെ. പക്ഷെ ഇന്നെന്താണെന്ന് എനിക്കറിയില്ല, എല്ലാവരും നമ്മുടെ വീട് കാണുമ്പോൾ ഒരഭിപ്രായം പറയുന്നത്, ആ ഒരു അഭിപ്രായം എന്താണെന്നൊക്കെ അറിയാൻ എല്ലാവരും കണ്ടാൽ എന്താ പറയുക, എന്താ ഇതൊക്കെ ഓർത്തിട്ട് എന്താ പറയുക. ഏറ്റവും വലിയൊരു സംഭവം എന്താ വെച്ചാൽ പുറത്തേക്ക് കാണുന്നുണ്ടോ, മഴ പോലും ഇല്ല, പ്രകൃതി പോലും എന്നെ അനുഗ്രഹിച്ചു. അല്ല പറയണ്ട, ഭയങ്കര തന്നെ. ചിലർ പറയാറെന്താണെന്നറിയോ, ഒരുപാട് ഇഷ്യൂസ് വന്നപ്പം ജസ്നയോടാരും ഫോട്ടോ മേടിക്കുന്നില്ല, ജസ്ന പട്ടിണി കിടന്ന് ചാവാറായി, ജസ്ന ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് എന്നൊക്കെ പറയാറ്. പക്ഷേ ഈ മൊണ്ണകൾക്ക് അറിയില്ലടേ, നിങ്ങൾ ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നേടിയെടുത്തത് ചില്ലറയൊന്നുമല്ല. 40 കേസും രാഷ്ട്രീയവും, അതിനേക്കാട്ടിലുപരി എന്താണെന്നറിയോ, ഒരു മൊണ്ണ തനിക്ക് അമ്മയാവാൻ പറ്റാത്തത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ ഒരു മൊണ്ണ ഗർഭപാത്രത്തിന്
ക്യാൻസർ ആയതുകൊണ്ട് ഗർഭപാത്രം തന്നെ റിമൂവ് ചെയ്തൊരു മുന്ന പറയുന്നത് തനിക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് ട്രീറ്റ്മെൻറ്റ് നടത്താത്തത് കൊണ്ടാണ്, അതുകൊണ്ട് തനിക്ക് ഓർഡർ തരണം. അത് കേട്ടൊരു തെറിത്തള്ള, ഞാൻ ഏതോ മതവിശ്വാസി ആയിക്കോട്ടെ, ഞാൻ വാങ്ങും അവളോട് ഒരു ഫോട്ടോ. ഇത് ഗർഭപാത്രമില്ലാത്ത ആൾക്ക് പോലും ട്രീറ്റ്മെൻറ്റ് എടുത്താൽ കുട്ടികളുണ്ടാവും എന്നുള്ള ഈ രീതിയിലാണ് ആ സ്ത്രീ പറയുന്നത്. പിന്നെ നമ്മളെ ഒടുക്കമ്മലത്തെ പുള്ളച്ചേച്ചിൻ്റെ വീഡിയോസൊന്നും കാണാറില്ല, കാരണം ജസ്റ്റിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ തള്ളയുടെ കാര്യവും. കാമുകനെ കൊന്ന് പെട്ടിയിലാക്കി വെള്ളത്തിലൊഴിക്കിയ പെണ്ണുങ്ങൾ 3-ാം ഘട്ടം 2-ാം ഘട്ടം അങ്ങനെ 3.5 വയസ്സുകാരിയായ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടാണ് ആ തള്ളച്ചിയും പോയത്. ഈ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ സമയത്ത് പിന്നെ തള്ളയുടെ വീഡിയോ കണ്ടില്ല. ഞാൻ കാണാത്തതാണോ ഇനി എന്താണെന്ന് എനിക്കറിയാം. പിന്നൊരു കോണകത്ത് ചേച്ചി, ആ ചേച്ചി എന്താണെന്നറിയോ, നമ്മുടെ പറയാൻ പാടില്ല ഒരു പെൺകുട്ടിയാണ്, എന്നാൽ പോലും ഈ വണ്ടിക്ക് ബോണറ്റും ഡിക്കിയും ഉണ്ട്, അതേപോലെ ഒരു സ്ത്രീക്കും ഉണ്ടാവുക. അത്രമേൽ എന്താ പറയുക, ഈ വൾഗറായിട്ട് എന്ന് പറയില്ലേ, വൾഗറായിട്ട് നിന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ മാന്യമായിട്ട് നിൽക്കണം എന്ന് പറയുന്ന ഒരു പെണ്ണുങ്ങൾ, അങ്ങനത്തെ കുറേ സ്ത്രീകൾ. ഈ സ്ത്രീകളുടെയൊക്കെ വിചാരം അവരാണ് പതിവ്രത. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണാറില്ല, പതിവ്രത എന്ന് സീരിയലിൻ്റെ പേര്. അവരോ കട്ടിലിൻ്റെ ചോട്ടിൽ ഓരോരുത്തരെ ഒളിപ്പിക്കുക, അതേപോലെയാണ് ഓരോരോ പെണ്ണുങ്ങൾ. ഏതായാലും ഒന്നിനൊന്ന് മെച്ച, ഗർഭപാത്രമില്ലാതെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ നടക്കുന്നത്. രാഷ്ട്രീയം കളിച്ച് കാമുകൻ ഓട്ടോക്കാരൻ്റെ കൂടെ പോയത്, കെട്ടിയോനെ വെട്ടിക്കൊന്ന്, കെട്ടിയോനല്ല കാമുകനെ വെട്ടിക്കൊന്ന് പെട്ടിയിലാക്കി വെള്ളത്തിലൊഴിക്കുക പെണ്ണുങ്ങൾ. വൾഗറായിട്ട് നിന്നിട്ട് നമ്മൾ മാന്യമായിട്ട് നിൽക്കണം എന്ന് പറയുന്നത് വേറൊരു പെണ്ണുങ്ങൾ. ഇത്രയും ലിസ്റ്റിലുള്ളൂ, വേറെ ആരും ഉണ്ടോ? പിന്നെ നമ്മളെ കഴുത്തള്ള ആ തള്ളച്ചി. അതെന്ന് വെച്ചാൽ മോന് വയ്യെ പോകുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും തന്നെ അതിൽ കാമം തോന്നുന്ന ഒരു തള്ള, ഒരു മകൻ്റെ തള്ള. എന്നിട്ട് നമ്മൾ ഈ സത്യാവസ്ഥ പറഞ്ഞ സമയത്ത് മോനെ തന്നെ വീഡിയോയിൽ കാണിക്കാൻ പേടി തള്ളച്ചി. കാരണം ആ വ്യക്തി ആരാണെന്ന് പുറം ലോകം അറിയപ്പെട്ടു പോകുമോ എന്നുള്ള പേടി. അവനുണ്ടല്ലോ, അവന് പെണ്ണൊന്നുമില്ല ആരോടും. ഈ തള്ളനോട് തന്നെ, തള്ളൻ തന്നെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് തന്നെ തള്ളൻ നേരത്തെ പോസ്റ്റ് ചെയ്തത്. ഇപ്പം മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ ബ്രസ്റ്റിൻ്റെ താഴെയായിട്ട് പിടിച്ചിട്ടുള്ള ഒരു വീഡിയോസ് അവൻ കിടന്ന് അമർത്തുക, തള്ള അത് ആസ്വദിക്കുകയും. ഒരു തള്ളയും മോനും ആണെന്നുള്ളൊരു ചിന്താഗതി പോലും അവർക്ക് നമ്മളിതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം സന്തോഷം പങ്കുവെക്കുക അതിൻ്റെ, അല്ലാതെ മറ്റുള്ള ഇറച്ചി നമുക്ക് തിന്നലും നിർത്തി പരദൂഷണം നിർത്തി. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഈ യൂട്യൂബ് എന്ന് പറയുന്നത് പരദൂഷണത്തിൻ്റെ പുസ്തകമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറയാം. എത്ര പേര് നന്മ പറഞ്ഞിട്ട് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു, എത്ര പേര് തിന്മ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നു, എന്നിട്ട് കാര്യം. അപ്പം അങ്ങനെയാണ് ജൂൺ 1 മൈഡേ. ജൂൺ 15 ബർത്ത്ഡേ ആട്ടോ. ഞാൻ കുറേ പറഞ്ഞു ജൂൺ 15 നമുക്ക് ഹൗസ് വാമിങ് വെക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു പെരുന്നാളിൻ്റെ മുമ്പ് നമുക്ക് കൂടണം എന്ന് പറഞ്ഞു. ഓക്കെ, വാപ്പയുടെ ഉമ്മയുടെ ആഗ്രഹമാണ്, അതായിക്കോട്ടെ. ഇനി നമ്മുടെ ലൈഫിൽ ജൂൺ 15-നെക്കാട്ടിലും നമ്മൾ ഒരു സ്റ്റെപ്പ് മുൻഗണന കൊടുക്കുന്നത് ജൂൺ 1-നായിരിക്കും. അപ്പോൾ ഏതായാലും ഗുഡ് മോർണിംഗ്, everybody. Have a nice day. Okay? Ta-da!